നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ ആസിഫ് അലി, രമേശ് നാരായൺ എന്ന് പറയുന്ന ഈ ഒരു ടീമുള്ള ഒരു ചകട, ഒരു വിവാദം, ശരിക്കും അത് ഒരു സൈബർ ആക്രമണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു മികച്ച വലിയ സംഗീത സംവിധായകൻ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടറെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകരുടെ മുൻപിൽ വെച്ചാണ് ശരിക്കും അധിക്ഷേപിച്ചിരിക്കുന്നത്. ഞാനത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഈ വീഡിയോ വരാനായിട്ടുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രേക്ഷകർ ശരിക്കും ചെവിയൊന്ന് കാതോർക്കണം. കാരണം ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി AR റഹ്മാനെ കണ്ടുപഠിക്കണം, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കണം. ഒത്തിരി അവാർഡുകളും ഓസ്കാറും വാരിക്കൂട്ടി അദ്ദേഹത്തിന് മിക്ക വേദികളിലും അദ്ദേഹത്തെ വളരെ മോശവത്തായ രീതിയിൽ പല നടന്മാരും അധിക്ഷേപിക്കുന്ന വീഡിയോസ് നമ്മൾ ലൈവിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടു പഠിക്കണം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ഒരു മോശവത്തായ ഒരു കമന്റ് ആണ്. എ ഗ്രേറ്റർ, അതായത് രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഗീത സംവിധായകൻ ഗ്രേറ്റർ ആണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വളരെ മോശവത്തായ ഒരു പ്രതികരണമാണ് ഈ ഒരു വിഷയത്തിന് കാരണമാക്കിയത് എന്നുള്ള കാര്യം ഈ ഒരു പ്രേക്ഷകൻ മനസ്സിലാക്കാതെയാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു കമന്റിൽ പറയുന്നത് രമേശ് നാരായൺ ഈസ് എ ഗ്രേറ്റർ, അത് മാത്രമല്ല AR റഹ്മാനെ അവാർഡ്സ് കിട്ടിയിട്ടും കാര്യമില്ല, രമേശ് നാരായണനാണ് ഗ്രേറ്റർ. അതേപോലെ തന്നെ 90% വേസ്റ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം, അതായത് എന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുഴുവനായിട്ടും ആ ഒരു മനുഷ്യനെ മനസ്സിലാക്കാതെയാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം എത്ര വലിയവനായാലും പൊതുവേദിയിൽ വെച്ച് ഒരു വ്യക്തിയെ, അത് ഏത് തലത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അതും വലിയ വലിയ മീഡിയകൾക്ക് മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നതാണ് ഈ അടുത്ത സമയങ്ങളിൽ മീഡിയകളിൽ ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി വീഡിയോസും. ഒത്തിരി പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ മോശമായ കമന്റ്സിനേക്കാൾ കൂടുതൽ വളരെ നല്ല കമന്റ്സ് ആണ്. അതായത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടറെ സപ്പോർട്ട് ചെയ്താണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ അയച്ചിരിക്കുന്ന കമന്റ്സ്. അതിൽ 1-2% മാത്രം വളരെ മോശവത്തായ രീതിയിലുള്ള കമന്റ്സ് ആണ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പൊതുവേദിയിൽ വെച്ചിട്ട് അധിക്ഷേപിച്ചിട്ട് പോലും തിരിച്ചൊരു മോശവത്തായ രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു വ്യക്തിയാണ് AR റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞത് ഒരു പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അയച്ചിരിക്കുന്ന ഒരു കമന്റ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് AR റഹ്മാനെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്രേക്ഷകര് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത്? ശരിക്കും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ആ ഒരു മെമ്പറിന്റെ സ്വഭാവ രീതി ഇത്രയും നാൾ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇതുവരെ ഒരു പൊതുവേദിയിൽ പോലും വളരെ മോശവത്തായ രീതിയിൽ പ്രതികരിക്കാത്ത ഒരേ ഒരു വ്യക്തിയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒത്തിരി ഹിന്ദി സിനിമകളുടെയൊക്കെ ഒരു വേദിയിൽ, പൊതുവേദിയിൽ അദ്ദേഹത്തെ വളരെ മോശവത്തായി അധിക്ഷേപിക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ അദ്ദേഹം ആ ഒരു സാഹചര്യം, അദ്ദേഹത്തിന് ആ ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രം അതിനെ തരണം ചെയ്തു പോന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ഥാനത്ത് ഈ പറയുന്ന രമേശ് നാരായണൻ ആയിരുന്നെങ്കിൽ, ആ ഒരു പൊതുവേദിയിൽ ഈ പറയുന്ന രമേശ് നാരായണനോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അപ്പൊ തന്നെ പ്രതികരിച്ചാണ്. ഈ ഒരു ചെറിയൊരു സംഭവം നടന്നപ്പോ ഇങ്ങനെ പ്രതികരിച്ചെങ്കിൽ, അങ്ങനെയൊരു സംഭവം നടന്നാൽ എന്തായിരിക്കും? അപ്പോൾ തീർച്ചയായിട്ടും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ സംഗീത സംവിധായകനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ വേറെ ലെവലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ഓരോ പ്രേക്ഷകരും. പക്ഷെ ഈ ഒരു പൊതുവേദിയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ആക്രമണം, ആ ഒരു ആക്രമണം പ്രേക്ഷകർക്കടക്കം, എനിക്കും പ്രേക്ഷകർക്കടക്കം ആർക്കും തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ രീതി, ഒരു അധിക്ഷേപം ആയതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇത് ശരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം, ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല. തീർച്ചയായിട്ടും ഒത്തിരി കലാകാരന്മാർ വളർന്നു വരുന്നുണ്ട്. ഇതേപോലുള്ള ഒരു സിറ്റുവേഷൻസ് ഇനി ഒരിക്കലും ആരും ആരോടും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. തീർച്ചയായിട്ടും പൊതുവായിട്ട് ഇന്ന വ്യക്തി, ആ ഒരു വ്യക്തി എന്നുള്ളൊരു നിലപാടിലല്ല ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും വരാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരും നമുക്കറിയില്ല. തീർച്ചയായിട്ടും വളരെ മോശവത്തായ രീതിയിലുള്ള ഒരു അധിക്ഷേപത്തിനെതിരെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അല്ലാതെ ആ ഒരു പ്രഗത്ഭനായ ആ ഒരു മ്യൂസീഷ്യനെ മോശവത്താക്കുന്ന രീതിയിലേക്ക് ചവിട്ടിത്താത്താൻ വേണ്ടിയല്ല ആ ഒരു വീഡിയോ ഇട്ടത്.
ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്ന AR റഹ്മാനിൽ മേലെ എന്നുള്ള കാര്യമാണ് രമേശ് നാരായൺ എന്ന് പറയുന്നത്. രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെതായ കഴിവും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ പല തലത്തിലാണ് എന്നുള്ള കാര്യം എനിക്കും പ്രേക്ഷകർക്കും തിരിച്ചറിയാം. ശരിക്കും ആ ഒരു വീഡിയോ സത്യവത്തായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ശരിക്കും വളച്ചൊടിക്കുന്ന രീതിയിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രേക്ഷകൻ അങ്ങനെ ഒരു കമന്റ് ഇട്ടതെന്ന് ഞാൻ പറയും. അപ്പൊ ഇനിയും ഇതുപോലുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക. ഐ ആം വെയിറ്റിംഗ്.